ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ലൊരു അടിപൊളി നാടൻ കോഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നല്ല നാടൻ കോഴി, നമ്മുടെ ട്രഡീഷണൽ പാലക്കാട്, സ്പെഷ്യലി ഞങ്ങളുടെ പാലക്കാടൻ സ്റ്റൈൽ നാടൻ കോഴിക്കറി. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 2 കിലോ കോഴി, നാടൻ കോഴിയുണ്ട്. 2 കിലോ കോഴി അത് നല്ലപോലെ അതിൻ്റെ ഫെദറെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഈ തീ കൂട്ടിയിട്ട്, ഇത് നമ്മുടെ നാടൻ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തീയെല്ലാം കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ചുടുന്നത്. ആദ്യം ചുടണം ഈ കോഴിനെ. ചുടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോഴിയുടെ തൊപ്പയെല്ലാം പറിച്ചതിന് ശേഷം അതിൽ ചെറിയ കുട്ടികളുണ്ടാവും. അപ്പോൾ അത് സ്കിന്നിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ നല്ലപോലെ കരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കരിക്കുന്നത് കൊണ്ട് നമ്മുടെ കോഴിയുടെ ഈ ടിഷ്യൂസ് എല്ലാം ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഹാർഡായി കിട്ടും. അപ്പോൾ അതിനകത്തുള്ള ജ്യൂസ് പുറത്ത് പോകത്തില്ല. അത് കാരണം കൊണ്ടാണ് കരിക്കാനുള്ള പ്രത്യേക കാരണം. അപ്പോൾ ഈ കരിച്ച് കഴിയുമ്പോൾ ഈ ചെറിയ ഫെദർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ചെറിയ കുറ്റി നമ്മളിങ്ങനെ കൈകൊണ്ട് മെല്ലെ ചൂടോടുകൂടി മെല്ലെ എടുത്ത് കളയണം. അതുപോലെ തന്നെ കരിച്ച് കഴിഞ്ഞതും നമ്മുടെ ഈ കാലിൽ സ്കിന്നുണ്ട്, അതിങ്ങനെ നമ്മുടെ നാട്ടിൽ വലിച്ച് കളയും. കരിച്ചതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നല്ല മഞ്ഞപ്പൊടി, നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള നല്ല വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞപ്പൊടി ഇട്ട് ഒരു 1-2 പ്രാവശ്യം നല്ല പോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ സ്ഥലത്തും നല്ലപോലെ ഉരച്ച് നല്ലപോലെ കഴുകണം. ഇത് നമ്മുടെ നാടൻ പ്രിപ്പറേഷനാണ്. അപ്പോൾ വീട്ടിൻ്റെ പുറത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ പല പോരായ്മകളുണ്ടാകും, അതെല്ലാം ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് നല്ലപോലെ കഴുകുക. ഇതിൽ കാണുന്ന പോലെ ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചോരയൊന്നും നമ്മൾ കളയാറില്ല. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകാറില്ല. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. നമ്മുടെ ബ്രോയിലർ കോഴി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. അല്ലെന്ന് പറഞ്ഞാൽ വേകാൻ ഒരുപാട് സമയമെടുക്കും, അല്ലെങ്കിൽ പിന്നെ കുക്കറിൽ വേവിച്ചെടുക്കേണ്ടി വരും. കുക്കറിൽ വേവിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ഈ സ്ലോ ഫയറിൽ നല്ല വിറകടുപ്പിൽ വേവിക്കുന്നതാണ് അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ മറക്കരുത്, ഇത് നമ്മൾ ഭയങ്കര ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ മീറ്റുള്ള സാധനം ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം എല്ല് ബേസിക്കലി നമ്മുടെ നാട്ടിൽ കുമ്പളങ്ങയോട് കൂടിയിട്ടാണ് വെക്കാറ്. അപ്പോൾ ഈ ചിക്കൻ ഞാനൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കല്ലുപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ നമ്മുടെ വറുത്ത മല്ലിപ്പൊടി, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. ഇത് വീട്ടിൽ പൊടിച്ചിട്ടുള്ള ചില്ലി പൗഡറാണ്. നിങ്ങൾ കാശ്മീരി ചില്ലി വേണമെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം പച്ച കുരുമുളകും നമ്മുടെ പച്ച ജീരകവും, ഇത് രണ്ടും നല്ലപോലെ പച്ചക്കരച്ചത്, അതുപോലെ തന്നെ 100 ഗ്രാം വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, അതുപോലെ തന്നെ 100 ഇഞ്ചി ചതച്ചതും, ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ തിരുമ്മി ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ പുറത്ത് വയ്ക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ മീറ്റിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ എത്തുന്ന രീതിയിൽ തിരുമ്മി പിടിക്കണം. അതിനുശേഷം വേറൊരു പാൻ അടുപ്പിൽ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഒരു 120 ml കോക്കനട്ട് ഓയിൽ, നമ്മുടെ ചക്കിലാട്ടിയ ഓയിൽ, ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ഒരു 2 ഗ്രാം കടുക് ഇട്ടിട്ട് നല്ലപോലെ കടുക് പൊട്ടിക്കുക. പിന്നെ അതിനുശേഷം ഒരു 350 ഗ്രാം ചെറിയുള്ളി ഭയങ്കര മസ്റ്റാണ് ഇതിൽ. ഞാനിതിൽ വലിയ ഉള്ളിയിൽ ഉപയോഗിച്ച് ചെറിയ ഉള്ളിയാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ 4 സ്പ്രിംഗ് കറി ലീഫ്, എൻ്റെ വീട്ടിൽ ഫ്രഷ് കറി ലീഫ് ഉണ്ട്, ആ കറി ലീഫാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം നല്ലപോലെ വഴറ്റുക. ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമ്മുടെ ഈ ചിക്കൻ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നല്ലപോലെ സ്ലോ ഫയറിൽ നല്ലപോലെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 20-25 മിനിറ്റെങ്കിലും സ്ലോ ഫയറിൽ വഴറ്റണം. താഴെ അടിക്ക് പിടിക്കാതെ പ്രത്യേകം നോക്കണം. മസാലയൊക്കെ ഉള്ളതാണ്, അപ്പോൾ അടിക്ക് പിടിക്കാതെ നോക്കണം. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് 1.5 ലിറ്റർ വെള്ളം ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് കോഴി നല്ല മൂപ്പുള്ള കോഴിയാണെങ്കിൽ കുറച്ച് ഇഞ്ചി കൂടുതലിട്ടാൽ മതി, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം 1 മണിക്കൂർ നമ്മൾ വേവിക്കണം. വേവിക്കുന്നതിൻ്റെ മുന്നേ വെള്ളം തിളച്ച് വന്നാൽ നമ്മുടെ ഈ ചിക്കൻ കറി തിളച്ച് വന്ന് 25 ഗ്രാം കോക്കനട്ട് സ്ലൈസ് ആഡ് ചെയ്യുക. അതിനുശേഷം നല്ലപോലെ വറ്റിച്ചെടുക്കുക 1 മണിക്കൂർ. ഈ വീഡിയോയിൽ കാണുന്ന സ്ട്രക്ചർ പോലെ നല്ല സ്ട്രക്ചർ വറ്റിച്ചെടുക്കുക. അതിനുശേഷം മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിർത്താം. അപ്പോൾ ഈ കറി നമ്മൾക്ക് വെറുതെ കഴിക്കണമെങ്കിൽ വെറുതെ കഴിക്കാം, ടച്ചിങ്സ് ആയിട്ട് കഴിക്കാം. അല്ലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ഇടിയപ്പം, അതുപോലെ തന്നെ നമ്മുടെ നല്ല ദോശ ഇതിൻ്റെ കൂടെ കഴിക്കാം. നല്ലൊരു കോമ്പിനേഷൻ. താങ്ക് യു വെരി മച്ച്.